ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ പരിസരത്ത് നിൽക്കുന്ന സമയത്താണ് അബൂജഹൽ ആ വഴി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ആക്ഷേപവും പരിഹാസവും എല്ലാം ചെയ്തു അബൂജഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതെല്ലാം അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ കാണുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന വ്യക്തിയുടെ അടിമയായ ഒരു സ്ത്രീ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ വഴിയെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വരുന്നത്. ഹംസ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ ആ സ്ത്രീ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ്റെ അടിമ സ്ത്രീ, ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിമധ്യേ അബൂജഹൽ തടഞ്ഞു നിർത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചതും പരിഹസിച്ചതുമെല്ലാം അബൂജഹലിനെ സംബന്ധിച്ച് സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. അത് കേട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കുടുംബ ബന്ധം അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും വളരെ അടുത്ത ബന്ധുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും ഒരേ പ്രായക്കാരാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ അവസാനത്തെ മക്കളിൽ ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും ഒരേ പ്രായക്കാരാണെന്നും 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞ ഈ വർത്തമാനങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അദ്ദേഹം നേരെ അബൂജഹലും സംഘവും വർത്തമാനം പറഞ്ഞിരുന്ന സ്ഥലത്തേക്കാണ് വന്നത്. ഹംസ റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് അബൂജഹലിനെ അടിച്ചു, പ്രഹരിച്ചു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അബൂജഹലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ തടയാൻ ശ്രമിച്ചു. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, വേണ്ട, ഹംസയെ ഒന്നും ചെയ്യണ്ട, അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ ഞാനിന്ന് കുറേ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് അബൂജഹൽ പറഞ്ഞു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്ത് അബൂജഹൽ കൈവച്ചതറിഞ്ഞിട്ടാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും നേരെ അബൂജഹലിൻ്റെ അടുക്കലേക്ക് വരുന്നതും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതും. അവിടെ വച്ച് അബൂജഹലിനോട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞതിങ്ങനെയാണ്, എൻ്റെ സഹോദരപുത്രനെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ കേട്ടോളൂ, നിന്നെപ്പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നവരെല്ലാം കേട്ടോളൂ, ഞാൻ മുഹമ്മദിൻ്റെ മതം വിശ്വസിച്ചിരിക്കുകയാണ്, നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ നീ തടഞ്ഞോ എന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അബൂജഹലിനോട് പറഞ്ഞതായിട്ട് കാണാം. ഏതായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹംസ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന പ്രത്യേകമായ ഒരു ഇഷ്ടവും സ്നേഹവുമൊക്കെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണമെന്ന് ചരിത്രം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ആ ദേഷ്യത്തോടു കൂടി പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് പിന്നെ കുറേ ആലോചിച്ചു. ചരിത്രം പറയുന്നത് അന്നത്തെ രാത്രി ഹംസ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹം വർഷങ്ങളായി മനസ്സിൽ ആദരിച്ച് ആരാധിച്ചു പോന്നിരുന്ന വിഗ്രഹങ്ങളെയെല്ലാം പെട്ടെന്നൊരു ദേഷ്യത്തിൽ തള്ളിപ്പറയുകയും മറ്റൊരു മതം സ്വീകരിച്ചതായി പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഹംസ റളിയല്ലാഹുവിൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ രാത്രി മുഴുവൻ അസ്വസ്ഥമായി കിടന്നുറങ്ങി. അദ്ദേഹത്തിന് ഉറക്കം വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹംസ റളിയല്ലാഹുവിന് എത്തുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ആ ഒരു ദേഷ്യത്തിൽ ഇതൊക്കെ പറഞ്ഞുപോയി, പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് അസ്വസ്ഥതയുണ്ട്.
നമ്മൾ പിതാക്കന്മാരായി ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളെല്ലാം പെട്ടെന്നൊരു ദേഷ്യത്തിൽ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്ന് ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പിറ്റേന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തി ദീനിൻ്റെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു. യഥാർത്ഥമായ തൗഹീദിനെ സംബന്ധിച്ചും അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മറ്റ് ദൈവങ്ങളും എല്ലാം മറ്റ് വിശ്വാസങ്ങളുടെ എല്ലാം അർത്ഥരാഹിത്യവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹു ശരിക്കും ഇസ്ലാം സ്വീകരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം. ശരിക്കും മനസ്സിൽ കയറിയൊരു വിശ്വാസമല്ല. കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതാണ് ഹംസ റളിയല്ലാഹു അൻഹു എന്ന് തോന്നാം. അത്തരം വിശ്വാസത്തിന് അർത്ഥമില്ല എന്നും തോന്നും. പക്ഷെ അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അസ്വസ്ഥമായ ഒരു രാത്രിക്ക് ശേഷം ഹംസ റളിയല്ലാഹു അൻഹു വന്ന് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി കേട്ടതിന് ശേഷമാണ് ഹംസ റളിയല്ലാഹു അൻഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാക്കളുടെ നേതാവ് എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അസദുല്ലാഹി വ അസദു റസൂലിഹി, അള്ളാഹുവിൻ്റെ സിംഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തങ്ങൾക്കെല്ലാ സംരക്ഷണവും നൽകിയ സിംഹമെന്നാണ് നമ്മൾ സാധാരണ ഖുത്ബയിലും മിമ്പറിലും ഒക്കെ കേൾക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിലിരിക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് വാതിൽ മുട്ടുന്നത്. വാതിൽ പഴുതിലൂടെ നോക്കുന്നവർ കാണുന്നത് പുറത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഇസ്ലാം സ്വീകരിക്കാൻ, നബിയെ കാണാൻ വേണ്ടി വരികയാണ്. പുറത്ത് ഉമറിനെ കാണുമ്പോൾ അകത്തുള്ള ദാറുൽ അർഖമിലിരിക്കുന്നവരെല്ലാം ഒന്ന് ഞെട്ടുന്നുണ്ട്. ഉമറാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യമാണ് അന്ന് സഹാബാക്കൾക്ക് ധൈര്യമായി മാറിയത്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏത് ഉമറായാലും എന്താ വാതിൽ തുറക്കൂ, നല്ല ലക്ഷ്യത്തിലാണ് വരുന്നതെങ്കിൽ അയാൾക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് അയാളെ കൈകാര്യം ചെയ്യാമെന്ന് ഒരു ആത്മവിശ്വാസവും ധൈര്യവും പകരാൻ അന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഹ്ഷിയെ കാണാൻ വേണ്ടി സഹാബാക്കൾ ചിലർ പോകുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ, വഹ്ഷിയുടെ അവസാന കാലഘട്ടത്തിൽ വഹ്ഷിയെ കണ്ട് ചില കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ കൊല ചെയ്തത് വഹ്ഷിയാണ്. അങ്ങനെ വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഹിംസിൽ, ദിമഷ്കിൽ അഥവാ സിറിയയിലെ ഹിംസിലാണ് അദ്ദേഹം താമസിക്കുന്ന അവസാന സമയത്ത്. അങ്ങനെ വഹ്ഷിയെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തത് എന്ന്. വഹ്ഷി ആ സംഭവം വിശദമായി പറയുന്നത് പ്രബലമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം ഉദ്ധരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അടിമയായിരുന്നു, ജുബൈർ ബിൻ മുത്ഇമിൻ്റെ അടിമയായിരുന്നു ഞാൻ. ജുബൈറിൻ്റെ ഉപ്പയുടെ സഹോദരനാണ് അദിയ് ബിൻ തുഐമത്ത് ബിൻ അദിയ്. ഇങ്ങനെ ഈ തുഐമത്തിനെ ബദറിൽ കൊല ചെയ്തത് ഹംസയാണ്. അപ്പോൾ സ്വന്തം ഉപ്പയുടെ സഹോദരനെ കൊന്നവനോടുള്ള ദേഷ്യമാണ് ജുബൈറിൻ്റെ മനസ്സിലുള്ളത്. ജുബൈറാണ് എന്നോട് പറഞ്ഞത് ഹംസയെ കൊല്ലണമെന്ന്. ഹംസയെ കൊന്നാൽ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തത് എൻ്റെ ഉടമയാണ്, എൻ്റെ ഉടമസ്ഥനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉഹദിലേക്ക് പോകുന്നത്. എൻ്റെ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു ആയുധം ഞാൻ കരുതിയിട്ടുണ്ട്. അത് കൃത്യമായി എറിഞ്ഞ് ലക്ഷ്യത്തിൽ പതിപ്പിക്കാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ, അതിന് വേണ്ടുന്ന പരിശീലനമെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ പ്രത്യേകമായി കരുതിയ ആയുധവുമായി ഉഹദിലേക്കെത്തി. ഉഹദിൻ്റെ ഒരു പാറയുടെ മറവിൽ ഞാൻ ഒളിച്ചിരുന്നു. തക്കം പാർത്ത് കഴിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു ബദറിലതുപോലെ തന്നെ ഉഹദിലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു. ഉഹദിൽ ആദ്യത്തെ ഒരു വിജയത്തിന് ശേഷം സഹാബാക്കൾ പല ഭാഗത്തേക്ക് ചിതറി ഓടിയപ്പോൾ മലയുടെ പുറകിലൂടെ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ വന്ന ആ സൈന്യത്തിൻ്റെയും
തിരിച്ചോടി മടങ്ങി വന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെയും ഇടയിൽ മുസ്ലിം സംഘം പെട്ടുപോയി. അപ്പോൾ പലരും പല വഴിക്ക് ചിതറി ഓടി. ഈ സമയത്ത് എല്ലാവരും ഓടി ചിതറിയ കൂട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ പാറയുടെ മറവിൽ ഒളിച്ചിരുന്ന എനിക്ക് നല്ല തക്കത്തിന് കിട്ടി. ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഹംസയുടെ നേരെ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അത് തറച്ച് അദ്ദേഹത്തിൻ്റെ നാഭിയുടെ ഭാഗത്തുകൂടെ അത് പുറത്തേക്ക് പോയി എന്ന് വഹ്ഷി പിൽക്കാലത്ത് ഓർത്തെടുക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് വന്നതാണ് വഹ്ഷി. അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനോടുള്ള അടങ്ങാത്ത കലിയുമായി വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. ഹിന്ദ് എന്നാണ് അവരുടെ പേര്. അബൂ സുഫിയാൻ്റെ ഭാര്യയായ ഹിന്ദിൻ്റെ ഉപ്പ റുത്ബയെയും ഉപ്പയുടെ സഹോദരനായ ഷൈബയെയും ഹിന്ദിൻ്റെ സഹോദരനായ വലീദിനെയും ആദ്യ സമയത്ത് തന്നെ ബദറിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇവർ 3 പേരുമാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത്. ആദ്യം കൊല ചെയ്യപ്പെട്ട 3 പേരും ഹിന്ദിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഉപ്പയും ഉപ്പയുടെ സഹോദരനും സ്വന്തം സഹോദരനുമാണ്. ഇങ്ങനെ 3 പേര് കൊല ചെയ്യപ്പെട്ട അതിൻ്റെ പകയും ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഹിന്ദിനുണ്ട്. ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ച് കുത്തി കീറിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ഷഹാദത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൗതിക ശരീരം കണ്ട് അത് കുത്തി കീറി വികൃതമാക്കിയിട്ടിരിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ചില തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുന്നുണ്ട്. വല്ലാഹി ലൗ മസ്തിരന്ന 70 മിൻഹും മക്കാനക്, എൻ്റെ ഇളാപ്പയുടെ ശരീരത്തിനെ കൊത്തിക്കീറി ഇങ്ങനെ വികൃതമാക്കി കളഞ്ഞ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ 70 പേരെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായും അപ്പോഴാണ് ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും വലഇൻ സബർതും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ എന്ന ആയത്തിറങ്ങിയതെന്നും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നുണ്ട്. വൈൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും, നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടതുപോലെ നിങ്ങളോട് ചെയ്തതുപോലുള്ള ക്രൂരതകൾ നിങ്ങൾ തിരിച്ചും ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചു ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ലൈൻ സബർത്തും, അപ്പോഴും നിങ്ങൾ ക്ഷമ മുറുകെ പിടിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, അങ്ങനെ ആ ക്ഷമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്കിൽ നിന്നും പിന്മാറിയെന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലത് വിശദീകരിച്ച് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ ഏറ്റവും വ്രണപ്പെടുത്തിയ ഒരു ഷഹാദത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പ്രായമാണ് ഹംസ റളിയല്ലാഹുവിൻ്റെ, അല്ലെങ്കിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവർ ഒരേപോലെ കളിക്കൂട്ടുകാരായി ചെറുപ്പം മുതലേ കഴിഞ്ഞുകൂടിയവരാണ്. എന്ന് മാത്രമല്ല ഒരേ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ചെറിയ പ്രായത്തിൽ പാല് കുടിച്ചിട്ടുള്ളവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹംസ എൻ്റെ റളാഇയായ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് ഹംസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധു, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത സാമീപ്യമുണ്ടായിരുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റ ശാരീരികമായ ഉപദ്രവം അറിഞ്ഞ് ആ ഒരു ആവേശത്തിൽ ഇസ്ലാം സ്വീകരിച്ചവർ. പക്ഷേ അവസാനം ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. അങ്ങനെ ശുഹദാക്കളുടെ നേതാവായി ഹംസ റളിയല്ലാഹു അൻഹു ഇന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുന്ന പിന്തുണകളെല്ലാം നൽകി നബിയോടൊപ്പം നിന്ന നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യൻ അങ്ങനെ ശുഹദാക്കളുടെ നേതാവായി മാറി.